ഗൂഗിളിന്റെ HE ഫാക്കൽറ്റി AI ഫെലോഷിപ്പും ഹയർ എഡ്യൂക്കേഷൻ അക്കാദമി സീനിയർ ഫെലോഷിപ്പും സ്വന്തമാക്കി മലയാളിയായ വടകര സ്വദേശി നികിത ഹരി ലോകശ്രദ്ധ നേടി. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഡോക്ടർ നികിത ഹരിക്ക് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ചാണ് ഇരട്ട ഫെലോഷിപ്പ് ലഭ്യമായത്. ഓക്സ്ഫോർഡ് സർവകലാശാല എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ആദ്യമായാണ് ഒരാൾക്ക് ഇത്തരം ഫെലോഷിപ്പുകൾ ലഭ്യമാവുന്നത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ടീച്ചിംഗ്, റിസർച്ച്, ഡിസൈൻ ആൻഡ് സപ്പോർട്ട് ഗ്രൂപ്പ് മേധാവിയായ ഡോക്ടർ നികിത ഹരിക്ക് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ച് ഇരട്ട ഫെലോഷിപ്പ് ലഭ്യമായത്. ഗൂഗിൾ HE ഫാക്കൽറ്റി AI ഫെലോഷിപ്പും അഡ്വാൻസ് HE സീനിയർ ഫെലോഷിപ്പുമാണ് ഇവർക്ക് ലഭിച്ചത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകളും അക്കാദമിക നേതൃത്വ പാഠവും പരിഗണിച്ചാണ് ഈ നേട്ടം. ഗൂഗിൾ HE ഫാക്കൽറ്റി AI ഫെലോഷിപ്പും അഡ്വാൻസ് HE സീനിയർ ഫെലോഷിപ്പും ഒരുമിച്ച് നേടിയാണ് അവർ ശ്രദ്ധേയായത്. ബോധനശാസ്ത്രപരമായ പുതുമകൾ, കരിക്കുലം വികസനം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബോധന പഠന പ്രക്രിയകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉത്തരവാദിത്തത്തോടെ സംയോജിപ്പിക്കൽ എന്നിവയിൽ ഡോക്ടർ നികിത ഹരി നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള ഔദ്യോഗിക പുരസ്കാരമാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്കുള്ളിലും അതിനു പുറത്തും അർത്ഥവത്തായ വിദ്യാഭ്യാസ മാറ്റങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ബോധനശാസ്ത്രം, പ്രായോഗിക രീതികൾ, ആളുകൾ, നയങ്ങൾ എന്നിവയെ വിജയകരമായി ഒരുമിച്ച് കൊണ്ടുവരാൻ അവരുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അധ്യാപനത്തിലും പഠനത്തിലും AI സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പര്യവേക്ഷണം ചെയ്യുന്ന അധ്യാപകരെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു അന്താരാഷ്ട്ര സംരംഭമാണ് ഗൂഗിൾ HE ഫാക്കൽറ്റി AI ഫെലോഷിപ്പ്. അതേസമയം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപനത്തിലും നേതൃത്വത്തിലും ദീർഘകാലമായി മികച്ച ഫലപ്രാപ്തി തെളിയിക്കുന്ന പരിചയസമ്പന്നരായ പ്രൊഫഷണലുകൾക്കാണ് അഡ്വാൻസ് HE സീനിയർ ഫെലോഷിപ്പ് നൽകുന്നത്. ഇരു ഫെലോഷിപ്പുകളും ലഭിച്ചതിൽ താൻ അതീവ സന്തുഷ്ടയാണെന്ന് ഡോക്ടർ നികിത ഹരി പ്രതികരിച്ചു. ഗൂഗിളിന്റെ AI ഫെലോഷിപ്പും ഹയർ എഡ്യൂക്കേഷൻ അക്കാദമിയുടെ സീനിയർ ഫെലോഷിപ്പും ലഭിച്ചതിൽ ഏറെ അഭിമാനം, സന്തോഷം. ഈ നേട്ടങ്ങളൊക്കെ എൻ്റെ വ്യക്തിപരമായ അംഗീകാരമായി മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് പഴങ്കാവിൻ്റെ, വടകരയുടെ, കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും എന്നെ വിശ്വസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അധ്യാപകരെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഏറ്റവും പ്രധാനമായി എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെയും പിന്തുണയുടെയും ഒക്കെ ഒരു വലിയ പങ്ക് ഇതിലുണ്ട്. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ എൻ്റെ യാത്ര ഇപ്പോൾ കേംബ്രിഡ്ജിലേക്കും ഓക്സ്ഫോർഡിലുമൊക്കെ എത്തി നിൽക്കുമ്പോൾ ഞാൻ വളരെ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം നമ്മുടെ സ്വപ്നങ്ങളുടെ പരിധികൾ തീരുമാനിക്കരുത്. അത് നമ്മൾ അനുവദിക്കരുത്. കഴിവ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ യുവാക്കളോടും വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, AIയെ ഭയക്കേണ്ടതില്ല. മറിച്ച് അത് വളരെ ഉത്തരവാദിത്തോടുകൂടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം. മാർക്സും ഡിഗ്രിയും മാത്രം മതിയാകുന്ന ഒരു കാലമല്ല ഇനി വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും. അപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലെ ആവശ്യകതകൾ വളരെ വ്യത്യസ്തമാണ്. ക്യൂരിയോസിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ ചിന്ത, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നിങ്ങൾക്ക് ആശയവിനിമയത്തിനുള്ള കഴിവ്, അഡാപ്റ്റബിലിറ്റി, മാറ്റങ്ങളോട് ഇണങ്ങാനുള്ള ഒരു വൈപുണ്യം, ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരമായ ചിന്ത, എംപതി, ലീഡർഷിപ്പ്, കണ്ടിന്യൂസ് ലേണിംഗ്, ഇവയൊക്കെയാണ് ഭാവിയിൽ ഏറ്റവും വിലമതിക്കപ്പെടുന്ന കഴിവുകൾ. അപ്പോൾ വിദേശത്ത് പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നന്നായി പഠിക്കുക, വിവരങ്ങൾ ശേഖരിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക എന്നതാണ്. ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് ഫേക്ക് കൺസൾട്ടൻസീസ്, തെറ്റായ സന്ദേശങ്ങൾ, ഗ്യാരണ്ടീഡ് വിസ ജോബ് ഓഫേഴ്സ് പോലുള്ള ഒരുപാട് മിസ്ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ഇൻഫർമേഷൻ ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളെയൊക്കെ ആശ്രയിച്ച് നിങ്ങൾക്ക് വിശ്വസനീയമായ മെന്റേഴ്സിന്റെ സഹായങ്ങൾ തേടി വെരിഫൈഡ് സോഴ്സസ് എന്ന് പറയല്ലോ, സ്ഥിരീകരിച്ച വിവര സ്തോത്രങ്ങൾ എന്നിവ മാത്രം വിശ്വസിക്കുക, ആശ്രയിക്കുക.
നിങ്ങളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, യഥാർത്ഥമായിട്ടുള്ള അവസരങ്ങൾക്ക് ഷോർട്ട് കട്ട്സ്, എളുപ്പവഴികളില്ല. ഇപ്പോൾ തയ്യാറെടുപ്പ്, നമ്മളൊരു കൺസിസ്റ്റൻസി, തിരിച്ചുയരാൻ നമ്മൾക്ക് പരാജയങ്ങളൊക്കെ വരുമ്പോൾ അതിന് മറികടന്ന ഒരു റെസിലിയൻസ് പവർ, ആത്മവിശ്വാസം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒടുവിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നതിലുപരി നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് എന്നതിനെ പറ്റി ചിന്തിക്കുക. നിങ്ങളുടെ ഇന്നത്തെക്കുറിച്ചോ ഇന്നലകളെ കുറിച്ചോ വേവലാതിപ്പെടാതെ നാളെയെക്കുറിച്ച് ഒരു പ്ലാൻ ABCD എന്ന് ഉണ്ടെന്ന് ഓർക്കുക. ഈ ലോകത്ത് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒരുപാടാണ്. അപ്പൊ നമ്മൾ ഒരു ട്രെൻഡിനനുസരിച്ചോ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടോ ഒരു കാര്യം ചെയ്യാതെ, ഒരു കരിയറോ ഒരു വിദ്യാഭ്യാസ കോഴ്സോ ഒന്നും തിരഞ്ഞെടുക്കാതെ നമ്മളുടെ താല്പര്യം എന്താണ്, നമ്മളുടെ കഴിവുകൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങുക. വലിയ വലിയ സ്വപ്നങ്ങൾ പലപ്പോഴും ചെറിയ ക്ലാസ് മുറികളിൽ നിന്നും ചെറിയ ലോകങ്ങളിൽ നിന്നുമാണ് തുടങ്ങുന്നത്. ഗവേഷണത്തിനധിഷ്ഠിതവും ഉൾക്കൊള്ളുന്നതുമായ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തോടുള്ള പ്രതിബദ്ധതയും ഉന്നത വിദ്യാഭ്യാസത്തിൽ AI-യുടെ ചിന്താപൂർവമായ സംയോജനവുമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. ഈ വിദ്യാഭ്യാസപരമായ നവീകരണത്തിന് പിന്തുണ നൽകിയ ഓക്സ്ഫോർഡിലെയും ആഗോള ഉന്നത വിദ്യാഭ്യാസ സമൂഹത്തിലെയും സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും പങ്കാളികൾക്കും അവർ നന്ദി അറിയിച്ചു.